ഹലോ, ഇന്ന് നമ്മൾ കോസ്പ്ലേയുടെ വലിയൊരു ഇവന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ന്യൂയോർക്കിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആനിമേ ക്യാരക്ടേഴ്സ് ഇത്തരത്തിലുള്ള ഇതിന്റെ ഒരു കോസ്റ്റ്യൂം ആൾക്കാർ ധരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും വളരെ കഷ്ടപ്പെട്ട് തലേ ദിവസം അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രാത്രിയൊക്കെ ഇരുന്ന് ഇത് ഹാൻഡ് വർക്കായിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി വർക്കുകളുണ്ട്. അവരുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലണ്ടനിൽ വളരെ വലിയൊരു ഷോ ആയിരുന്നു. 1 ഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരിതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ 2-3 പാർട്ടായിട്ടാണ് നടക്കുന്നത്. ഒന്ന്, ഇത് കാര്യങ്ങൾ നമുക്ക് എക്സിബിഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഇതിൽ ഡിബേറ്റുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസുകളുണ്ട്. അപ്പോൾ ഇത് പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ആദ്യം ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്തു, ജപ്പാനിലാണ് പിന്നെ വന്നത്, പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ കൺട്രിയിലേക്കും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതും. അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ ഓരോ ക്യാരക്ടറായിട്ട് അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് പല ക്യാരക്ടറായിട്ട് മാറുമ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ കാണാൻ പറ്റി. അപ്പോൾ സൈക്കോളജിക്കലി ആണെങ്കിലും ഇതിനെ പറയുകയാണെങ്കിൽ നമ്മളൊരു ദിവസം നമ്മൾ വേറെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ, പല പല പൂരങ്ങളും പെരുന്നാളുകളൊക്കെ ആവും കാണാൻ പോവുക. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സുന്ദരികളായിട്ടുള്ള ഒത്തിരി പേരെ ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ അടുത്ത വർഷം വീണ്ടും ഈ പരിപാടിക്ക് നമുക്ക് കാണാം.